പ്രിൻസ് ആൻഡ് ദി ഫാമിലി, ദിലീപ്, ജനപ്രിയ നായകൻ ദിലീപിൻ്റെ തിരിച്ചുവരവാണോ ചിത്രം എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത്. ദിലീപിൻ്റെ തുടർച്ചയായിട്ടുള്ള ചിത്രങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഈ ചിത്രമെങ്കിലും വിജയിക്കണം എന്ന് പലരും മനസ്സിൽ കരുതിയിട്ടുണ്ട്. അത് വിജയിച്ചോ എന്നുള്ളത് ഈ ചിത്രത്തിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് വിജയിച്ചോ ഇല്ലയോ എന്നൊന്നും പറയില്ല, പക്ഷേ അങ്ങിങ്ങ് ദിലീപിൻ്റെ പഴയ ദിലീപ് തിരിച്ചു വന്നതായിട്ടൊക്കെ എനിക്ക് തോന്നി. ഹാരിഷ് മുഹമ്മദ് എന്ന് പറയുന്ന തിരക്കഥാകൃത്ത്, അദ്ദേഹത്തെ നമ്മൾ വളരെ പ്രതീക്ഷയോടാണ് ചിത്രം നമ്മൾ കാണാൻ പോകുന്നത്. നവാഗത സംവിധായകനാണ് ബിൻഡോ സ്റ്റീഫൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻകാല ചിത്രങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ആദ്യത്തെ ചിത്രമാണ്. പിന്നെ ഈ തിരക്കഥാകൃത്തിൻ്റെ മുൻകാല ചിത്രം ജനഗണമനയും മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രങ്ങളുമൊക്കെ കണ്ട് ശീലിച്ച നമ്മൾ, ജനഗണമന, പ്രത്യേകിച്ച് ജനഗണമന എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയൊക്കെ വളരെ മികച്ച തിരക്കഥ തന്നെയായിരുന്നു. ആ വ്യക്തിയാണോ ഈ തിരക്കഥ രചിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട്. പലപ്പോഴും എനിക്ക് സംശയം തോന്നി. ഇതിൻ്റെ ഒരു കഥ പഴയ ദിലീപ് ചിത്രങ്ങളിൽ ആവർത്തിക്കുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ഇത് പിന്തുടരുന്നത്. അത് നമ്മൾ പലപ്പോഴും കണ്ട് മറന്ന തിരക്കഥ തന്നെയാണ്, ഈ കഥ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയിരിക്കുന്നത്. കാരണം ഒരു കുടുംബത്തിൽ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന മൂത്ത മകൻ, സഹോദരങ്ങളെല്ലാം കല്യാണം കഴിച്ചു, അവർക്കൊക്കെ മക്കളും ഭാര്യമാരുമായിട്ടൊക്കെ ജീവിക്കുന്നു. പക്ഷെ അപ്പോഴും ഈ അവർക്ക് ചിലവിനും ഭാര്യയുടെ പ്രസവത്തിനും ഒക്കെയുള്ള കാശ് സംഘടിപ്പിച്ച് കൊടുക്കേണ്ടത് ഈ സഹോദരനായ വ്യക്തിയാണ്, മൂത്ത കല്യാണം കഴിക്കാത്ത വ്യക്തിയാണ്. ആ രീതിയിലാണ് പോകുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള മക്കളുണ്ടോ എന്ന്, സഹോദരന്മാരുണ്ടോ? മേടിക്കാനിരുന്ന് കഴിഞ്ഞാൽ ചേട്ടന്മാർ കൊടുക്കാൻ തയ്യാറാകും. അതൊക്കെ കഥയ്ക്ക് വേണ്ടി പറയുന്നതെന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഒത്തിരി നാളായിട്ട് കണ്ടു. പണ്ടൊക്കെ ആണെങ്കിൽ ഇതിന് വളരെ മാർക്കറ്റ് വാല്യൂ ഒക്കെ ഉള്ളതായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് എന്തുമാത്രം ശരിയാകുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെ അച്ഛനും അമ്മയും ഈ കുടുംബത്തിൽ ഇങ്ങനെ സഹോദരനെ ഒരു കറവ പശുക്കളായി കാണുന്ന സഹോദരന്മാർ, മൂത്ത ആളിനെ ഒരു കറവ പശുക്കളായി കാണുന്ന അനിയന്മാരെ ഒക്കെ നിർത്താൻ അവർ സാധാരണ കുടുംബത്തിലെ തന്തയും തടയൊന്നും സമ്മതിക്കത്തില്ല. അവർ കൃത്യമായിട്ട് അതിനുള്ള എന്തോന്നും എടുക്കും അല്ലേ. അതൊക്കെ പണ്ടത്തെ കാലത്ത് ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷേ ആ രീതിയിലാണ് കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ കല്യാണം കഴിക്കാത്ത ഒത്തിരി ചെറുപ്പക്കാരിപ്പം കല്യാണം കഴിക്കാത്തതുണ്ട്. പ്രായം തികഞ്ഞിട്ടും കല്യാണം കഴിക്കാൻ നിൽക്കുന്ന യുവാക്കളുടെ ചില പ്രശ്നങ്ങളുണ്ട്, നീളുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. രസകരമായ ചില മുഹൂർത്തങ്ങൾ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ആദ്യ പകുതി വലിയ എന്തോന്നായിട്ട് തോന്നിയില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് കോമഡിയും എല്ലാം. നമ്മൾ ഒരു ദിലീപ് ചിത്രത്തിന് വേണ്ട ചില ചേരുവകൾ മനഃപൂർവ്വം ചേർത്തു എന്ന് തോന്നും. പക്ഷേ ദിലീപ് എന്ന് പറയുന്ന നടൻ തന്മയത്വത്തോടെ, അടക്കത്തോടെ, ദിലീപിൻ്റെ മുൻകാല ചിത്രങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പം ഒരു അഴിഞ്ഞാട്ടമായിരുന്നു. ദിലീപിനെ അങ്ങ് വിട്ടുകൊടുക്കുമായിരുന്നു. ഇതിന് പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നുമില്ലാതെ ദിലീപിന് വിട്ടു. പക്ഷേ ഇതിനകത്ത് ദിലീപ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദിലീപ് ഒരു സ്വന്തം നിയന്ത്രണം ഏർപ്പെടുത്തി തന്നെയാണ് ദിലീപ് ഈ കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിൻസ് എന്ന് പറയുന്ന കഥാപാത്രം ദിലീപിൻ്റെ കൈ സുരക്ഷിതത്വമാണ്. പക്ഷേ തിരക്കഥയിൽ ഇടയ്ക്കിടയ്ക്കുള്ള പാളിച്ചകൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ സംവിധായകൻ തൻ്റേതായ രീതിയിൽ ആദ്യത്തെ ഇത് തന്നെ, സംവിധാനത്തിലും വലിയ തെറ്റുകളൊന്നും പറയാനില്ല. പക്ഷെ തിരക്കഥ വാളിപ്പോയി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുപോലെ ആദ്യ പകുതിയിൽ ഇങ്ങനെ ചെറിയ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളും കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, അതുപോലെ മൂത്തവനായ പ്രിൻസ് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി വീട്ടുകാർ നടത്തുന്നതും, അത് പ്രിൻസും സ്വന്തമായിട്ടൊക്കെ നടക്കുന്നതും, മാട്രിമോണിയൽ കോളത്തിലെ പ്രശ്നങ്ങളും, അങ്ങനെയൊക്കെയുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട രസകരമായ ചില സംഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ചിത്രം രണ്ടാം പകുതിയിലേക്ക് ചില ടിഷ്യൂകൾ കൊണ്ട് ഒരു കഥാപാത്രം വന്നതിന് ശേഷം ഉണ്ടാകുന്ന ചില മാറ്റങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ആദ്യ പകുതിയിൽ തമാശ, ഹ്യൂമറും അതുപോലെ സെൻറ്റിമെൻറ്റ്സും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത ഒരു ചിത്രം, പഴയ ദിലീപ് ചിത്രങ്ങളിലെ ഒരു പാറ്റേൺ തന്നെയാണ് ഇത് പിടിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സിൽ ശുഭപര്യായ ഒരു ക്ലൈമാക്സും. ഇതാണ് ഇതിൻ്റെ അത് പഴയ കാലത്തെ ഒരു ഫോർമുല തന്നെയാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള ചിത്രങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ പല ചിത്രങ്ങളെയും നമ്മൾ ഓർമ്മപ്പെടുത്തും. നമ്മൾ കണ്ട പഴയകാല ചിത്രങ്ങളൊക്കെ അതാണോ ഇത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നുമാറാകുന്ന ഒരു
കഥാപാറ്റേൺ തന്നെയാണ് തുടർന്നു പോയിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കഥാപാത്രം, ആ കഥാപാത്രമാണ് പിന്നെ അത് കൈകാര്യം ചെയ്യാൻ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞപ്പോൾ തിരിയുണർത്തുന്ന ചില മുഹൂർത്തങ്ങളുണ്ട്, പൊട്ടിച്ചിരിക്കുന്ന ചില മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുടനീളമുണ്ട്. എന്നിരുന്നാലും കഥയിലെ പുതുമയില്ലായ്മ ചിത്രത്തെ സാരമായി ബാധിച്ചു എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പിന്നെ ദിലീപ് ചിത്രം പലപ്പോഴും ദിലീപിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒന്ന് ഊറച്ചിരിക്കണം, ഒന്ന് പൊട്ടിച്ചിരിക്കണം, കുറച്ച് ഫിൻസും ആ പാറ്റേൺ തന്നെയാണ് ഇത് പിടിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രാവശ്യം നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്, അല്ലാതെ അത്ര മോശം സിനിമയൊന്നുമല്ല. മുൻകാല ദിലീപ് ചിത്രങ്ങളെ അപേക്ഷിച്ച് വളരെയധികം മികച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇറങ്ങുന്ന മലയാള സിനിമയുടെ അത് കഥയിലെ പുതുമ, അതുപോലെ ട്രീറ്റ്മെൻറ്റിലൊക്കെ പുതുമ കൊണ്ടുവരുന്നൊരു കാലമാണ്. മലയാള സിനിമ ഒത്തിരി അങ്ങ് വികസിച്ചിട്ടുണ്ട്. ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. ഈ കാലഘട്ടത്തിന് ചോദിച്ചൊരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കല്യാണം കഴിക്കാതെ നിൽക്കുന്ന സഹോദരനും അവനെ പിഴിഞ്ഞ് ജീവിക്കുന്ന സഹോദരന്മാരും ഒക്കെ ഉണ്ടോ എന്നുള്ളത് കാര്യം സംശയമാണ് ഇന്നത്തെ കാലത്ത്. അല്ലെങ്കിൽ അങ്ങനെ നിർത്താനേ മാതാപിതാക്കൾ സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കത്തില്ല, അപ്പോഴേ അടിച്ചിറക്കും അല്ലേ. അല്ലെങ്കിൽ ഭാര്യമാർ തന്നെ, കല്യാണം കഴിച്ച അനിയന്മാരുടെ ഭാര്യമാർ തന്നെ, അങ്ങനെ ഒന്നും പഴയ ദിലീപ് ഫിലിമുകളിലൊക്കെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്തും കൊണ്ടുവന്നതിൽ മോശം. അതുപോലെ തന്നെ സിദ്ദിഖ്, ബിന്ദു പണിക്കർ അച്ഛനും അമ്മയായിട്ട് അഭിനയിക്കുന്നു. അതുപോലെ ഉർവശിയുണ്ട്, മഞ്ഞുപിള്ളയുണ്ട്, ജോണി ആൻ്റണിയുണ്ട്, അങ്ങനെ കുറച്ച് പേര് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. പറയുന്ന കുറച്ച് പ്രസക്തമായ കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ മനുഷ്യനിൽ വഹിക്കുന്ന ചില പ്രശ്നങ്ങൾ, അതുപോലെ ഇൻഫ്ലുവൻസർ എന്ന് മാത്രം പേരിൽ നടത്തുന്ന ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഈ കാലഘട്ടത്തിനൊക്കെ ചോദിക്കുന്ന കാര്യമാണ്. ഈ സോഷ്യൽ മീഡിയ എന്തുമാത്രം മനുഷ്യനെ സ്വാധീനം ചെലുത്തുന്നു എന്നൊക്കെയുള്ളത് കൃത്യമായി കൊള്ളേണ്ടടുത്ത് കൊണ്ട് കാണും അല്ലേ. എനിക്ക് തോന്നുന്നു അതൊക്കെ സത്യമായ കാര്യം തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യ പകുതി അപേക്ഷിച്ച് രണ്ടാം പകുതി മികച്ചു നിൽക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഒരു ആവറേജ് പടമായിട്ട് ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ദിലീപിൻ്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നവരെ സംബന്ധിച്ച് ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ദിലീപിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്, ദിലീപിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് പാറ്റേൺ ഉണ്ട്. കുറച്ച് കോമഡിയും കുറച്ച് സെൻറ്റിമെൻസും കുറച്ച് റൊമാൻസും ഒക്കെ ആയിട്ട് ഒരു ദിലീപ് ചിത്രം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ പ്രായം പലപ്പോഴും നായികയൊക്കെ തിരഞ്ഞെടുക്കുമ്പം ഇങ്ങനെയുള്ള ഒരു ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ റൊമാൻസ് രംഗങ്ങളൊക്കെ കണ്ടപ്പോഴേ നായകന് പ്രായം കൂടുമ്പം അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ദിലീപിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ദിലീപിൻ്റെ മുൻകാല ചിത്രങ്ങളെ അപേക്ഷിച്ച്, നല്ല സിനിമയെന്ന് ഞാൻ പറയുന്നില്ല, മുൻകാല ചിത്രങ്ങളെ അപേക്ഷിച്ച് ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവായിട്ട് വേണമെങ്കിൽ കരുതാം. അപ്പം ദിലീപൊക്കെ തിരിച്ചു വരട്ടല്ലേ, പുതിയ പുതിയ സിനിമകളും വിശേഷങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും ഞാനെത്താം. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്, ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായമുണ്ട്. അങ്ങനെ നിങ്ങൾ പോയി ചിത്രം കാണുക, കണ്ടതിന് ശേഷം നിങ്ങൾ വിലയിരുത്തുക. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാലും നിശ്ചയമായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്, വൺ ടൈം വാച്ചബിൾ മൂവി. ഓക്കെ, മറ്റൊരു വിശേഷവുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.